അഗ്നിയുടെ തറഞ്ഞുള്ള നോട്ടം അവളുടെ കൈകളിലേക്ക് നീണ്ടു. ആ നിമിഷം അവൻ്റെ ഉള്ളിൽ ഒരു മിന്നൽ പാഞ്ഞുപോയി. ഇന്നലെ വിവേകിൻ്റെ കയ്യിൽ താൻ കൊടുത്തുവിട്ട ആ കവർ അവളുടെ പക്കലില്ല. ഒരു നിമിഷം അവൻ്റെ നിയന്ത്രണം പാടെ നഷ്ടപ്പെട്ടു. ടയറുകൾ റോഡിൽ ഉരസുന്ന ഭീകരമായ ശബ്ദത്തോടെ ആ കറുത്ത BMW ഒരു നിലവിളിയോടെ സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്ന കണ്ണുകളോടെ അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. കാറിനുള്ളിലെ എയർ കണ്ടീഷണറും തണുപ്പിക്കാനാവാത്ത വിധം അവൻ്റെ ഉള്ളം വെന്തുരുകുന്നുണ്ടായിരുന്നു. എവിടെയടി? അവൻ്റെ ശബ്ദത്തിൽ അമർഷം ഇരമ്പലായി. ഞാൻ തന്ന ആ ഡ്രസ്സ് എവിടെ? ഈ സാരിയും ചുറ്റിയിട്ടാണോ നീ ദുബായിലെ നമ്മുടെ കമ്പനിയുടെ പ്രസ്റ്റീജ് പ്രോജക്റ്റിൽ പങ്കെടുക്കാൻ വരുന്നത്? അഗ്നിയുടെ രൂക്ഷമായ നോട്ടത്തിന് മുന്നിൽ അവൾ തളർന്നുപോയി. പെയ്യാൻ വെമ്പി നിൽക്കുന്ന കാർമേഘം പോലെ അവളുടെ മനസ്സ് വിങ്ങിപ്പോയി. ഭയം കൊണ്ട് നാവട്ടിപ്പോയ അവസ്ഥ. സാർ, ആ ഡ്രസ്സ്. വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ അവൾ വെക്കി. തൊണ്ടയിൽ എന്തോ വന്നു തടയുന്നത് പോലെ തോന്നി. എന്തേ? അത് വയലെവിടെയും നീ വലിച്ചെറിഞ്ഞോ? അതോ എൻ്റെ തീരുമാനങ്ങളെ വെല്ലുവിളിക്കാനുള്ള നിന്റെ തന്ത്രമാണോ ഇതെല്ലാം? അവൻ പല്ലുറുമ്മിക്കൊണ്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു. ഏത് നേരത്താണാവോ ഇതിനെയൊക്കെ കൂടെ കൂട്ടാൻ തോന്നിയത്? അവൻ്റെ പിറുപിറുപ്പിൽ പുച്ഛം വിഷം പോലെ കലർന്നിരുന്നു. അവൻ്റെ ഓരോ വാക്കും കൂരെരുമ്പ് പോലെ അവളുടെ ഹൃദയത്തിൽ തറച്ചു കയറി. നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കവളിലൂടെ ഒലിച്ചിറങ്ങി. താൻ പറയാൻ വന്നത് കേൾക്കാതെ പോലും തയ്യാറാകാത്ത തൻ്റെ മൗനത്തെ അഹങ്കാരമായി കാണുന്ന അവൻ്റെ മുന്നിൽ മറുപടിയില്ലാതെ അവൾ തല താഴ്ത്തി നിന്നു. പുറത്ത് റോഡിലെ തിരക്കുകൾക്കിടയിൽ കാറിനുള്ളിലെ ശ്വാസം മുട്ടിപ്പിക്കുന്ന നിശബ്ദതയും അവളെ ഭയപ്പെടുത്തി. എത്ര വലിയ കമ്പനികൾ പങ്കെടുക്കുന്ന പ്രോജക്റ്റാണെന്ന് തനിക്ക് വല്ല ധാരണയുമുണ്ടോ മാളവിക? അഗ്നിയുടെ ശബ്ദം കാറിനുള്ളിൽ മുഴങ്ങി കേട്ടു. അവൻ തൻ്റെ സീറ്റിൽ ഒന്ന് തിരിഞ്ഞു നിന്ന് അവളെ അടിമുടി ഒന്ന് ഒഴിഞ്ഞു നോക്കി. ആ നോട്ടത്തിൽ പുച്ഛവും ദേഷ്യവും കെട്ടുപിണഞ്ഞു കിടന്നു. അവിടെ വരുന്ന ഓരോരുത്തരും BA അങ്ങേയറ്റം സ്മാർട്ടായിരിക്കും വരുന്നത്. എന്നിട്ട് നീയോ ഒരു പഴഞ്ചൻ സാരിയും ചുറ്റി. ഫയലുകളെല്ലാം നീ വായിച്ചു പഠിച്ചോ? അതോ നിന്റെ കേൾവിശക്തി പോയതുപോലെ ബുദ്ധിശക്തിയും ആരെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടാവോ? അവൻ്റെ ഓരോ പരിഹാസവും മാളവികയുടെ ഉള്ളിൽ ചെന്ന് തറച്ചു. തൊണ്ടയിട്ടെറിയെങ്കിലും അവൾ തളരാതെ ഇരിക്കാൻ ശ്രമിച്ചു. ഇല്ല, വളരെ കഷ്ടപ്പെട്ട് അവൾ ഒരക്ഷരം പുറത്തുവിട്ടു. ഉള്ളിൽ കരച്ചിൽ വരുന്നുണ്ടെങ്കിലും അഗ്നിയുടെ മുന്നിൽ തോറ്റുകൊടുക്കാൻ അവൾക്ക് മനസ്സ് വന്നില്ല. നന്നായി തന്നെ പ്രസന്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഞാൻ നൽകുന്ന പണിഷ്മെന്റ് താങ്ങാൻ നിനക്ക് കഴിയില്ല. കേട്ടോ മാളവിക? ഒരു താക്കീത് പോലെ അവൻ പറഞ്ഞു നിർത്തി. മാളവിക ഒന്നും മിണ്ടിയില്ല. അവൾ താല്പര്യമില്ലാത്ത ഭാവത്തിൽ ക്ലാസിൻ്റെ കൂടി പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കിയിരുന്നു. അവളുടെ ആ അജ്ഞാതമായ മൗനം അഗ്നിയെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. അവളൊന്ന് തിരിച്ചെടുത്തിരുന്നെങ്കിൽ എന്ന് പോലും ഒരു നിമിഷം അവൻ ആഗ്രഹിച്ചു പോയി. പെട്ടെന്ന് ടയറുകൾ വീണ്ടും റോഡിലുരസി. കാർ ഒരു വലിയ ഷോപ്പിംഗ് മാളിന് മുന്നിൽ വന്നു നിന്നു. അഗ്നി ഒന്നും പറയാതെ പുറത്തിറങ്ങി വേഗത്തിൽ ഉള്ളിലേക്ക് നടന്നു. കുറച്ചു സമയത്തിന് ശേഷം തിരികെ വന്ന അവൻ്റെ കയ്യിൽ ബ്രാൻഡഡായ ഒരു കവറും ഉണ്ടായിരുന്നു. ദാ പിടിക്ക്. കാറിലേക്ക് കയറിയ ഉടനെ അവൻ ആ ഡ്രസ്സിൻ്റെ പാക്കറ്റ് അവളുടെ മടിയിലേക്ക് എറിഞ്ഞു കൊടുത്തു. മാളവിക ആ കവറിലേക്കും പിന്നെ അവൻ്റെ മുഖത്തേക്കും ദേഷ്യത്തോടെ കൂർപ്പിച്ചു നോക്കി. മുരടൻ! അവൾ ആരും കേൾക്കാതെ വിധം പതുക്കെ പിറുപിറുത്തു. അവളുടെ ആ കുറുമ്പ് അഗ്നി ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഉള്ളിൽ അവളോടൊരു ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിലും തൻ്റെ ഗൗരവക്കാനായ മുഖംമൂടി അഴിഞ്ഞു വീണാതിരിക്കാൻ അവൻ ആവോളം ശ്രമിച്ചു കൊണ്ടിരുന്നു. എങ്കിലും ആ കണ്ണാടി തുണ്ടിലൂടെ അവളുടെ മുഖത്തെ ഗൗരവം കാണുമ്പോൾ അവൻ്റെ ചുണ്ടിലിൻ്റെ കോണിൽ ഒരു ചെറിയ പുഞ്ചിരി ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ഹൈവേയുടെ തിരക്കിലൂടെ കാർ വിമാനത്താവളം ലക്ഷ്യമാക്കി കുതിച്ചു. ദുബായ് സ്വപ്നങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ആ രാജ്യം. മാളവികയുടെ ഉള്ളിൽ ഭയവും ആകാംക്ഷയും ഒരുപോലെ തിരതല്ലി. ആദ്യമായാണ് അവൾ ഒരു എയർപോർട്ട് കാണുന്നത് തന്നെ. ആദ്യമായാണ് വിമാനത്താവളത്തിൽ കയറാൻ പോകുന്നതും. സീറ്റ് ബെൽറ്റിൽ മുറുക്കി പിടിച്ച് അവൾ പുറത്തെ കാഴ്ചയിലേക്ക് നോക്കിയിരുന്നു. അഗ്നി വണ്ടി പാർക്ക് ചെയ്ത് വേഗത്തിൽ പുറത്തിറങ്ങി. അവൻ്റെ മുഖത്ത് അപ്പോഴും ഒരു ഗൗരവം ഉണ്ടായിരുന്നു. അവൻ തിരിഞ്ഞു നോക്കാതെ എയർപോർട്ടിലേക്ക് കൂറ്റൻ ഗ്ലാസ് വാതിലുകൾ ലക്ഷ്യമാക്കി നടന്നു. എന്നാൽ കുറച്ചു ദൂരം ചെന്നപ്പോൾ എന്തോ ഓർത്തതുപോലെ അവൻ പെട്ടെന്ന് തിരിഞ്ഞു. പുറകിൽ മാളവികയെ കാണാനില്ല. അവൻ്റെ ഉള്ളിൽ ദേഷ്യം ഇരട്ടിച്ചു. ഇവളത് എവിടെ പോയി? പല്ലുറുമ്മിക്കൊണ്ട് അവൻ കാറിനടുത്തേക്ക് തന്നെ തിരികെ നടന്നു. കാറിനുള്ളിൽ സീറ്റിൽ തളർന്നിരിക്കുന്ന മാളവികയെ കണ്ടപ്പോൾ അവൻ്റെ നിയന്ത്രണം വിട്ടു. ഇറങ്ങാൻ പറഞ്ഞതല്ലേ നിന്നോട്? അവിടെ എന്ത് നോക്കിയിരിക്കുവാ നീ? അവൻ കാറിൻ്റെ ഡോർ വലിച്ചു തുറന്ന് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. സർ, അത് എനിക്ക്. അവളുടെ ശബ്ദം വിറച്ചു പോയിരുന്നു. മുന്നിൽ കാണുന്ന ആ കൂറ്റൻ കെട്ടിടവും അവിടെയുള്ളവരുടെ ആൾത്തിരക്കും യൂണിഫോമും ധരിച്ച ഉദ്യോഗസ്ഥന്മാരും എല്ലാം അവളെ വല്ലാതെ ഭയപ്പെടുത്തി. ഒരു ചെറിയ കുട്ടി ആദ്യമായി സ്കൂളിൽ പോകുന്നത് പോലെ അവൾ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി.
കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചവും അവിടുത്തെ തിരക്കും അവളെ ശ്വാസം മുട്ടിച്ചു. അഗ്നി അവളുടെ പരിഭ്രമം ഒട്ടും വകവെച്ചില്ല. കയ്യിലിരുന്ന ഫയലുകൾക്കിടയിൽ നിന്ന് അവളുടെ പാസ്പോർട്ടും ടിക്കറ്റും എടുത്തു ദേഷ്യത്തോടെ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ദാ ഇത് പിടിച്ചോ. എയർപോർട്ടിന്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കാൻ വന്നതല്ല നമ്മൾ. എൻ്റെ കൂടെ നടക്കാൻ നോക്ക് നീ. അവൻ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മുന്നോട്ട് നടന്നു. മാളവിക തൻ്റെ പാസ്പോർട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവന് പിന്നാലെ ഓടി. അവൻ ഓരോ കൗണ്ടറിലും കാണിക്കുന്ന ഗൗരവം, ആൾക്കാരോട് സംസാരിക്കുന്ന രീതിയും അവൾ കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ തൻ്റെ ഭയത്തിനെക്കുറിച്ചോ ആശങ്കയെക്കുറിച്ചോ അവനൊന്നും ചോദിച്ചില്ലെങ്കിലും എന്ന് അവൾ വെറുതെ ആഗ്രഹിച്ചു പോയി. തന്നെ ഒരു മനുഷ്യനായി പോലും പരിഗണിക്കാതെ വെറുമൊരു നിഴലായി മാത്രം കാണുന്ന അഗ്നിയുടെ അവഗണന അവളുടെ കണ്ണുകൾ വീണ്ടും ഈറനണിയിച്ചു. എങ്കിലും ഈ വലിയ ആൾക്കൂട്ടത്തിനിടയിൽ തനിക്കാകെ അറിയാവുന്ന ആ മുഖം അവൻ്റേത് മാത്രമാണെന്ന സത്യം അവളെ കൂടുതൽ അവനിലേക്ക് അടുപ്പിച്ചു. എയർപോർട്ടിന്റെ നൂലാമാലകൾ കഴിഞ്ഞ് വിമാനത്താവളത്തിന്റെ വാതിൽക്കലെത്തിയപ്പോൾ മാളവികയുടെ ശ്വാസം നിലക്കുന്നത് പോലെ തോന്നി. ആ കൂറ്റൻ യന്ത്രപക്ഷിയുടെ ഉള്ളിലേക്ക് അവൾ പേടിയോടെ കാലെടുത്ത് വെച്ചു. എയർ ഹോസ്റ്റർമാരുടെ പുഞ്ചിരി പോലും കാണാൻ കഴിയാത്തത്ര പരിഭ്രമമായിരുന്നു അവളിൽ. പേടിയും. അഗ്നി തന്റെ ബിസിനസ് ക്ലാസ് സീറ്റിൽ ഗമയിൽ ചെന്നിരുന്നു. മാളവിക വിൻഡോ സീറ്റിരുന്ന് പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണും നട്ടിരുന്നു. വിമാനം റൺവേയിലൂടെ കുതിച്ചു പായാൻ തുടങ്ങിയപ്പോൾ അവളുടെ ഉള്ളൊന്ന് കാളിപ്പോയി. ഭൂമിയിൽ നിന്നും വിമാനം ഉയർന്നു തുടങ്ങിയ നിമിഷം അറിയാതെ അവളുടെ കൈകൾ സീറ്റിന്റെ അരികിൽ മുറുകെ പിടിച്ചു. കണ്ണുകൾ ഇറുകിയടച്ച് അവൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അഗ്നി ലാപ്ടോപ്പിൽ എന്തോ ടൈപ്പ് ചെയ്യുന്നതിന് അവളെ ഒന്ന് പാളി നോക്കി. പേടികൊണ്ട് വിറക്കുന്ന അവളുടെ വിരലുകൾ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷെ അത് കണ്ടില്ലെന്ന് നടക്കാൻ അവൻ ആവോളവും ശ്രമിച്ചു. ഇതുവരെ വിമാനം കണ്ടിട്ടില്ലേ നീ? അതോ പേടി അഭിനയിക്കുകയാണോ? അവന്റെ പരിഹാസം കലർന്ന ശബ്ദം കേട്ടാണ് അവൾ കണ്ണു തുറന്നത് തന്നെ. എനിക്ക് പേടിയാകുന്നു വല്ലാതെ. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ കയറുന്നതും തന്നെ, അവൾ വിറയലോടെ പറഞ്ഞു. അഗ്നി ഒന്നും മിണ്ടാതെ തന്റെ ലാപ്ടോപ്പ് മടക്കി വെച്ചു. അവളുടെ പരിഭ്രമം അല്പം കൂടുതലാണെന്ന് അവന് മനസ്സിലായി. അവൻ സീറ്റിലേക്കൊന്ന് ചാരിയിരുന്ന് അവളെ സൂക്ഷിച്ചു നോക്കി. എയർഹോസ്റ്റ് നൽകിയ ഓറഞ്ച് ജ്യൂസ് ഗ്ലാസ് അവളുടെ കയ്യിലേക്ക് നീട്ടിയവൻ. ഇത് കുടിക്ക്. വെറുതെ ആൾക്കാരെ നാണം കെടുത്താതെ നീ. കടുപ്പത്തിൽ പറഞ്ഞതാണെങ്കിലും അവന്റെ കണ്ണുകളിൽ നേർത്തൊരു ആകുലത ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അവൾ ആ ജ്യൂസ് വാങ്ങി മെല്ലെ കുടിച്ചു. വിമാന മേഘങ്ങൾക്കിടയിലൂടെ ശാന്തമായി പറക്കാൻ തുടങ്ങിയപ്പോൾ മാളികയുടെ ഭയം പതിയെ കൗതുകമായി മാറി. ജനാലക്കൽ കൂടി അവൾ പുറത്തേക്ക് നോക്കി. വെളുത്ത പഞ്ഞി പോലെയുള്ള മേഘക്കൂട്ടങ്ങൾ, താഴെ കാണുന്ന കടൽ ഒരു ചെറിയ നീല തടാകം പോലെ. അവളുടെ മുഖത്ത് വിരിയുന്ന ആ കുട്ടിത്തം നിറഞ്ഞ അത്ഭുതത്തോടെ അഗ്നി കൗതുകത്തോടെയും നോക്കി നിന്നു. തന്റെ ജോലി ശ്രദ്ധിക്കാൻ ശ്രമിച്ചിട്ടും അവന്റെ കണ്ണുകൾ മാളവികയുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് തന്നെ ചെന്നു നിന്നു. അവൾ അറിയാതെ അവൻ തന്റെ ഫോണെടുത്ത് ആ കാഴ്ചയുടെ ചിത്രം പകർത്തി. ദുബായ് എത്തുമ്പോഴേക്കും നിന്റെ ഈ പരിഭ്രമമെല്ലാം മാറ്റിവെക്കണം. അവിടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മനസ്സിലായോ നിനക്ക്? ഗൗരവം വിടാതെ തന്നെ അവൻ അവളെ ഓർമ്മിപ്പിച്ചു. വിമാനം ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് റൺവേയിൽ തൊട്ടപ്പോൾ മാളവികയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളത്തിന്റെ തിളക്കത്തിലേക്ക് അവൾ കാലുകുത്തി. വിമാനത്തിന് പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകൾ അവളെ അമ്പരപ്പിച്ചു. സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന തൂണുകളും കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ആഡംബരവും. അഗ്നി പതിവ് പോലെ വേഗത്തിൽ മുന്നോട്ട് നടന്നു. എമിഗ്രേഷൻ നടപടികളെല്ലാം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയപ്പോൾ അവരെ സ്വീകരിക്കാൻ കറുത്ത സ്യൂട്ട് ധരിച്ച ഒരാൾ ഒരു നെയിം ബോർഡുമായി നിൽപ്പുണ്ട്. മിസ്റ്റർ അഗ്നി, മിസ്സിസ് മാളവിക. വെൽക്കം ടു ദുബായ് സർ, അയാൾ വിനീതനായി പറഞ്ഞു. അവർക്കായി കാത്തുനിന്നത് വെറുമൊരു കാറല്ലായിരുന്നു, മറിച്ച് വെളുത്ത നിറത്തിലുള്ള ഒരു ലിമോസർ ആയിരുന്നു. മാളവിക അവിശ്വാസത്തോടെ ആ കാറിലേക്ക് നോക്കി. അഗ്നി അവളെ ഒന്ന് പാളി നോക്കി. അവളുടെ ആശ്ചര്യത്തിൽ അവന് ഉള്ളാലൊരു സന്തോഷം തോന്നി. കാർ നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്ക് കുതിച്ചു. ബുർജ് ഖലീഫയുടെ ആകാശം മുട്ടുന്ന ഉയരവും വർണ്ണാഭമായ കെട്ടിടങ്ങളും കണ്ട് മാളവിക ശരിക്കും ഒരു സ്വപ്നലോകത്തേതുപോലെയിരുന്നു. ഒടുവിൽ കാർ വന്നു നിന്നത് കടൽ തീരത്തിനടുത്തുള്ള അതിമനോഹരമായൊരു വില്ലക്ക് മുന്നിലായിരുന്നു. അഗ്നി വണ്ടിയിൽ നിന്നിറങ്ങി അവളോട് കൂടെ വരാൻ ആംഗ്യം കാണിച്ചു. സർ, നമ്മൾ ഹോട്ടലിലേക്കല്ലേ പോകുന്നത്? അവൾ പരുങ്ങലോടെ ചോദിച്ചു. ഇത് എൻ്റെ സ്വന്തം വില്ലയാണ്. പ്രോജക്റ്റ് കഴിയുന്നതുവരെ നമ്മൾ ഇവിടെ തന്നെയാണ് താമസം, അവൻ ഗൗരവത്തിൽ പറഞ്ഞു. അവൾ അകത്തേക്ക് കയറിയപ്പോൾ അവിടെ മറ്റൊരു സർപ്രൈസ് അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വില്ലയുടെ ലിവിംഗ് റൂമിലെ വലിയ ടേബിളിൽ നിറയെ ബ്രാൻഡഡ് ഷോപ്പിംഗ് ബാഗുകൾ. അതിലൊന്നിൽ അവളുടെ പേര് വലിയ അക്ഷരത്തിൽ തന്നെ എഴുതിയിരുന്നു. അഗ്നി ആ ബാഗുകളിലേക്ക് വിരൽ ചൂണ്ടി. ഇന്നത്തെ മീറ്റിംഗ് മുമ്പ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യ്. നിന്റെ ആ പഴയ സാരി ഇനി ഈ വില്ലയുടെ പുറത്തേക്ക് ഇട്ടു പോകരുത് നീ. പിന്നെ നിനക്ക് വേണ്ടി ഒരാൾ അവിടെ കാത്തിരിപ്പുണ്ട്. അഗ്നി പറഞ്ഞത് കേട്ട് അവൾ മുകളിലത്തെ നിലയിലേക്കൊന്ന് നോക്കി. അവിടെ ഒരു
പ്രൊഫഷണൽ മേക്കാർട്ടിസ്റ്റും സ്റ്റൈലിസ്റ്റും അവളെ കാത്ത് അപ്പോഴും നിൽക്കുന്നുണ്ടായിരുന്നു.